ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ജാമാണ്. വളരെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ജാമാണിത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. എന്നാൽ ശരി, ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മുടെ ഈ ജാം തയ്യാറാക്കാനായിട്ട് വളരെ സിമ്പിളാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒന്ന് നല്ലതുപോലെ തിളച്ചിട്ട് വരണം. വെള്ളം ഇപ്പോൾ നല്ലതുപോലെ ചൂടായിട്ട് വരികയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത് ചേർക്കേണ്ടത് കുറച്ച് തക്കാളിയാണ്. ഇത് വന്നിട്ട് ഒരു 1/2 കിലോ തക്കാളി ഉണ്ട്. ഈ തക്കാളി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ചിട്ട് വരണം. ഒരു 3 മിനിറ്റ് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോഴത്തേക്കും നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വരും. ഇതിപ്പോൾ ഒരു 3 മിനിറ്റ് കൊണ്ട് നല്ലതുപോലെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വന്നിട്ടുണ്ട്. തക്കാളിയെല്ലാം നല്ലതുപോലെ വെന്തിട്ട് വരുമ്പോഴത്തേക്കും അതിൻ്റെ പുറത്തുള്ള സ്കിന്നെല്ലാം ഇതുപോലെ റിമൂവ് ആയിട്ട് നിൽക്കും. ഈ തക്കാളിയെല്ലാം ഇപ്പോൾ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇനി നമുക്കിത് തണുത്തതിന് ശേഷം ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്ത് കളയാം. നമ്മുടെ തക്കാളിയെല്ലാം നല്ലതുപോലെ തണുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യാം. വളരെ ഈസി ആയിട്ട് നമുക്കിത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇതുപോലെ എടുത്ത് കളഞ്ഞാൽ മാത്രം മതി. ഇതുപോലെ ഓരോ തക്കാളിയുടെ സ്കിന്നും നമുക്ക് റിമൂവ് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ ഞാൻ ഈ തക്കാളിയുടെ ഫുൾ സ്കിന്നും റിമൂവ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തക്കാളിയുടെ ഹെഡ് കൂടി കട്ട് ചെയ്ത് കളയണം. അപ്പോൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയാൽ മാത്രം മതി. ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ അതിൻ്റെ ഹെഡ് കൂടി കട്ട് ചെയ്ത് കളയണം. നമ്മുടെ തക്കാളിയെല്ലാം ഞാനിപ്പോൾ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഫുൾ ഹെഡും കളഞ്ഞിട്ടുണ്ട്. ഫുൾ സ്കിന്നും റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പം നല്ലതുപോലെ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ഒരു അളവിൽ കുറച്ച് പൈനാപ്പിൾ കൂടി ചേർത്ത് കൊടുക്കണം. അപ്പം നിങ്ങൾക്ക് ആ ഒരു അളവ് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് അതുകൂടി ഇതിലേക്ക് നമുക്ക് ചേർക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത പൈനാപ്പിൾ കൂടി ചേർക്കാം. നമുക്ക് ഈ ജാം തയ്യാറാക്കാനായിട്ട് പൈനാപ്പിൾ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യമൊന്നുമല്ല. അപ്പോൾ പൈനാപ്പിൾ ഇല്ലയെന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തിട്ട് ഈ തക്കാളി മാത്രം വെച്ചിട്ട് നമുക്ക് ജാം തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ പൈനാപ്പിൾ കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലാണ്. അതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ പൈനാപ്പിൾ ചേർക്കുന്നത്. ഇനി ഇത് ഇത്രയും മിക്സിയുടെ ജാറിൽ നമുക്ക് നല്ലതുപോലെ ഒരു പേസ്റ്റാക്കി അരച്ച് മാറ്റണം. അപ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇത് ഇത്രയും ഞാൻ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നാൽ ശരി, ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരല്പം പോലും വെള്ളം ചേർക്കാതെ വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ അതിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളിത് അരച്ചെടുക്കാനും. ഇനി നമുക്കിത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് ഷുഗർ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടി ഷുഗർ ഇട്ട് കൊടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്കിനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കാം. നമ്മുടെ ഈ തക്കാളി പേസ്റ്റ് നല്ല തിക്കായിട്ട് വരും. അതുവരെ നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഇതിപ്പോൾ തിളച്ചിട്ടില്ല. തിളയ്ക്കുമ്പോഴത്തേക്കും ഇത് തെറിക്കും. അതിൻ്റെ പേരിൽ ഒരു മൂടി വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് വേണം പിന്നെ നമ്മൾ കുക്ക് ചെയ്ത് എടുക്കാനായിട്ട്. മൂടി വെച്ച് അടച്ചു വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റ് ഇടവിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ട് വരികയാണ്. നല്ല ലൂസായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അത്രയും സമയം വരെ നമ്മളിത് ഇളക്കി കൊടുക്കണ്ട. നമുക്കിനി ഇത് അടച്ചു വെക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. പകുതിയോളം വറ്റിയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തക്കാളി പേസ്റ്റൊക്കെ നല്ലതുപോലെ തെറിച്ചിട്ട് വരണുണ്ട്. അതിൻ്റെ പേരിൽ എപ്പോഴും ഇതുപോലെ ഒരു മൂടി വെച്ച് അടച്ചു വെച്ചിട്ട് വേണം നമ്മളിത് വെക്കാനായിട്ട്. ഇനി കുറച്ചുകൂടി ഇത് വറ്റിയിട്ട് വരാൻ വേണ്ടിയുണ്ട്. അതിൻ്റെ പേരിൽ ഒരു 2 മിനിറ്റ് കൂടി നമുക്കിതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതിപ്പോൾ 2 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമ്മുടെ ജാം ഇപ്പോൾ നല്ലതുപോലെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ മതിയെങ്കിൽ ഇപ്പോൾ തന്നെ നമുക്കിത് എടുക്കാം. കുറച്ചുകൂടി വറ്റിയിട്ട് വരണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഇട്ടിരിക്കാം. ഈ ഒരു തിക്നെസ്സിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്.
ഞാനിപ്പോൾ എന്തായാലും 1 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അത്രയും സമയം കൊണ്ടിട്ട് ഒരല്പം കൂടി വറ്റിയിട്ട് വരും ഇത്. അപ്പോൾ ഇത് എത്രത്തോളം വറ്റിച്ചെടുക്കുന്നോ അത്രയും ദിവസം നമുക്കിത് കേടാകാതെ ഇരിക്കും. ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം വരെ നമുക്കിത് കേടാകാതെ ഇരിക്കും. പുറത്ത് വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 1 വീക്ക് വരെയും കേടാകാതെ ഇരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണിത്. ഇതിപ്പോൾ 1 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. നമ്മുടെ ജാം നല്ല കറക്റ്റായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വെള്ള എള്ള് കൂടി ചേർക്കുകയാണ്. ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഞാൻ മിക്കവാറും ഇത് ചേർക്കാറില്ല. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് മാത്രമേ ഞാൻ ഇത് ചേർക്കാറുള്ളൂ, കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട്. ഇത് ഇത്രയും മതിയാവും. ഇനി നമുക്കിത് എടുക്കാം. തണുത്തതിന് ശേഷം ഒരു എയർടൈറ്റ് ബോട്ടിലിൽ സൂക്ഷിക്കാം. നമുക്കിത് ബ്രെഡിൻ്റെ കൂടെ ആണെങ്കിലും കുട്ടികൾക്ക് ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയൊക്കെ നമുക്കിത് വെച്ച് കൊടുക്കാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജാമാണിത്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടമാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് വരുന്നത് വരേക്കും ബൈ ഫ്രം ഷമീസ് കിച്ചൻ.